അപ്പോൾ ഇനി നമുക്കൊരു ബ്രാൻഡ് തുടങ്ങിയതിന് ശേഷം ഇപ്പൊ നമുക്കിപ്പോ നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോഡക്ട്സിന് ഇപ്പൊ രണ്ട് കാറ്റഗറി ഓഫ് ഓഡിയൻസ്, ഇപ്പൊ ഒരു ഇമ്പൾസീവ് ഓഡിയൻസ്, ഇന്റന്റ് ഓഡിയൻസ്. അപ്പൊ നമ്മൾ സെലക്ട് ചെയ്ത പ്രോഡക്ട്സിന് മേ ബി ആ ഒരു അധികം ഗൂഗിൾ സെർച്ച് ഒന്നും ഇല്ലാത്തൊരു പ്രോഡക്റ്റ്. ഓക്കെ, അപ്പൊ അവർക്ക് ഇപ്പൊ മെറ്റ ആഡ്സ് ഇപ്പൊ നമ്മൾ ഇന്ത്യയിലാണെങ്കിൽ ഇപ്പൊ സോഷ്യൽ ചാനൽ എന്ന് പറയുന്നത് മെറ്റ ആഡ്സ് മാത്രമേ. ഇപ്പൊ മെറ്റ ആഡ്സ് അല്ലേ അവർക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത്. അപ്പൊ അവർക്ക് ആ ഗൂഗിൾ ആഡ്സിന്റെ എന്തെങ്കിലും ഒരു കോമ്പിനേഷൻ ആവശ്യമുണ്ടോ ഇനിഷ്യൽ ടൈമില്? ഓക്കെ, അപ്പം സെർച്ച് ആണോ അതുപോലെ ഇത് സോഷ്യൽ ആണോ ബെറ്റർ എന്നുള്ള രീതിയിൽ? അതെന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ആൻസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ബ്രാൻഡിന്റെ എന്താ പറയാ അവരുടെ പ്രൊഡക്റ്റ് എന്താണ് അല്ലെങ്കിൽ അവരുടെ സർവീസ് എന്താണെന്നും കൂടി അനലൈസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ ഇതിന്റെ ഒരു എക്സാക്ട് ആൻസർ നമുക്ക് കിട്ടുന്നത്. അതായത് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിലേക്ക് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഗൂഗിൾ സെർച്ചിലേക്ക് വരുന്ന സമയത്ത് ഗൂഗിൾ സെർച്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡിമാൻഡ് ക്യാപ്ചർ ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് പ്ലാറ്റ്ഫോമാണ്. അതേ സ്ഥാനത്ത് നമ്മൾ മെറ്റ ആഡ്സ് ആണെന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാണ് നമ്മളോട് ചെയ്യുന്നത്. അപ്പം ഡിമാൻഡ് ക്യാപ്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിമാൻഡ് ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മെയിൻലി യൂസ് ചെയ്യുന്ന ഒരു കൈൻഡ് ഓഫ് സർവീസസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു ബ്രാൻഡ് എന്തെങ്കിലും ഒരു പ്രോബ്ലം സോൾവിങ് ആയിട്ടുള്ള ഒരു ഇതാണെന്ന് വിചാരിക്കാം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കാറിന്റെ വർക്ക്ഷോപ്പ്. അപ്പം കാർ വർക്ക്ഷോപ്പ് നിയർ മീ എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ്സ്, അല്ലെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സ് നോക്കുന്ന ആൾക്കാരാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സർവീസ് ബേസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് അധികം പ്രോബ്ലം സോൾവിംഗ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പൊ അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം, സെർച്ചിൽ ചെയ്യാം. അപ്പം അതുപോലെ തന്നെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈവൻ നിങ്ങൾ ഇ കോമേഴ്സ് പ്രൊഡക്റ്റും കൂടി ആയിക്കോട്ടെ, കുഴപ്പമില്ല. ഇ കോമേഴ്സ് പ്രൊഡക്റ്റിൽ നിങ്ങളെ ഒരു കൈൻഡ് ഓഫ് ഒരു സെർച്ച് വോളിയം ഒക്കെ ഉള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിലും നമുക്ക് എന്താ പറയാ സെർച്ച് നല്ല രീതിയിൽ വർക്ക്ഔട്ട് ആവും. സെർച്ചിന്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വരുന്ന ഒരു യൂസർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹയർ ഇന്റന്റ് ആയിട്ടുള്ള ഒരു യൂസർ ആയിരിക്കും അവിടെ വരുന്നുണ്ടാവുക. അതായത് ഞാൻ ഇപ്പം ഒരു ഫ്ലാറ്റ് നോക്കുന്ന സമയത്താണ് ഞാൻ ഫ്ലാറ്റ് ഫോർ സെയിൽ ഇൻ കാലിക്കറ്റോ അല്ലെങ്കിൽ കൊച്ചി എന്ന് പറഞ്ഞിട്ടുള്ള കീവേഡ് പോയിട്ട് ഞാൻ സെർച്ച് ചെയ്യുന്നത്. അപ്പം അവിടെ കുറച്ചുകൂടി ഒരു ഇന്റന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആണ്, കുറച്ചുകൂടി ഹയർ ഇന്റന്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസ് ആണ് അവിടെ വരുന്നുണ്ടാവുക. അപ്പം ആ ഒരു കോണ്ടെക്സ്റ്റിലേക്ക് വരുന്ന സമയത്ത് പക്ഷെ എന്താണെന്ന് വെച്ചാൽ കമ്പയർ ചെയ്യുന്ന സമയത്ത് CPC കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതലായിരിക്കും. അതായത് മെറ്റായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് CPC കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. പിന്നെ ബട്ട് ഇവിടെ കുറച്ചുകൂടി എന്താ പറയാ നിങ്ങൾക്ക് ബൾക്കായിട്ടായിരിക്കില്ല നിങ്ങൾ എന്താ പറയുക ലീഡ്സ് കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ടാവും. സെയിൽസ് ആയതുകൊണ്ട് തന്നെ ലിമിറ്റഡ് ആയിരിക്കും. അതായത് ഇപ്പം മെറ്റയിൽ ജനറേറ്റ്, ഫോർ എക്സാമ്പിൾ ഞാൻ മെറ്റ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. അപ്പം മെറ്റയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹ്യൂജ് എമൗണ്ട് ഓഫ് ലീഡ്സ് കമ്പയർ ചെയ്യുന്നതിന് പകരം നമ്മളിവിടെ ലെസ് ആയിരിക്കും. ബട്ട് അവരുടെ കൺവേർഷൻ റേറ്റ് അല്ലെങ്കിൽ അതിന്റെ ക്വാളിറ്റി കൂടുതലായിരിക്കും കമ്പയർ ചെയ്യുന്ന സമയത്ത്. അതാണ് അവിടുത്തെ ഒരു ഡിഫറൻസ് വരുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ മെറ്റയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ മെറ്റയിലെ കേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു പുതിയ പ്രൊഡക്റ്റ് ആണ് ഇ കോമേഴ്സിന്റെ കേസിലോ അല്ലെങ്കിൽ ഒരു പുതിയ പ്രൊഡക്റ്റ് ആണ് ലോഞ്ച് ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഒരു കോണ്ടെക്സ്റ്റിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ മെറ്റ എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുന്നത് നല്ലതാണ്. കാരണം വെച്ചാൽ വിഷ്വലി അപ്പീലിംഗ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ലക്ഷറി പോലത്തെ കാര്യങ്ങൾ ഷോ ചെയ്യാൻ ഇമ്പൾസീവ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു സംഭവത്തിന് നമുക്ക് മെയിൻലി നമുക്ക് ആ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെ ആയിരിക്കും നമ്മൾ ആ ഒരു വരുന്നുണ്ടാവുക. അപ്പം എന്താ പറയാ അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഈ ഒരു പിന്നെ പ്രൈസിംഗിന്റെ ഫാക്ടർ വരുമ്പോൾ ഇപ്പൊ ഇന്റന്റഡ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണെങ്കിൽ പോലും ഇപ്പൊ മേ ബി അതൊരു 100 അല്ലെങ്കിൽ 100 അല്ല ഒരു 500 അല്ലെങ്കിൽ 1000 റേഞ്ച് ഉള്ള പ്രോഡക്റ്റ് ആണെന്ന് വെച്ചോ. ബട്ട് ഈ പ്രോഡക്ട്സിന് മാർക്കറ്റ് പ്ലേസസിലൊക്കെ ഒരുപാട് സെല്ലേഴ്സ് ഉണ്ട്. അപ്പൊ അത് ഗൂഗിൾ സെർച്ച് ചെയ്യുമ്പോൾ തന്നെ മേ ബി അത് ഒരുപാട് പേര് അത് വിഡ് ചെയ്യുന്നുണ്ട് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ്. അപ്പൊ ഒരു ബിഗിനർ ആയിട്ടുള്ള ഒരു DTC ഇ കോമേഴ്സുകാര് അപ്പോ ആ ടൈമിൽ ഇനിഷ്യൽ ടൈമിൽ ഗൂഗിളിൽ പോകുന്ന ബെറ്റർ ആയിരിക്കും. ഈ ലോ ടിക്കറ്റ് പ്രോഡക്റ്റ് ആണെങ്കിൽ ഒരു 1000 റുപ്പീസിനകത്തുള്ളതാണെങ്കിൽ. ഓക്കെ, ഇനീഷ്യൽ ടൈമിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോപ്പർ ഒരു അവയർനെസ് പോലെ അല്ലെങ്കിൽ ഒരു വിഷ്വൽ ഇമ്പാക്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി മെറ്റ പോലത്തെ പ്ലാറ്റ്ഫോംസ് അനലൈസ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി ബെറ്റർ ആയിട്ട് വരുന്നത്. കാരണം വെച്ചാൽ നിങ്ങൾ ലോ വാല്യൂ പ്രൊഡക്ട്സ് ആണ് ഓൾമോസ്റ്റ് ലോ വാല്യൂ പ്രൊഡക്ട്സ് എന്തായാലും നമുക്കിപ്പം ഗൂഗിളിലെ ആഡ്സിലേക്ക് വരുന്ന സമയത്ത് പോലെ അങ്ങനത്തെ ഒരു കോണ്ടെക്സ്റ്റിൽ ഇപ്പം അത്യാവശ്യം ചാർജ് കാര്യങ്ങൾ എന്തായാലും വരും. അപ്പം ഈവൻ അതുപോലെ തന്നെ ഇപ്പം എന്താ പറയാ അപ്പം സജസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിനിമം ഒന്നുകിൽ നിങ്ങൾക്ക് പ്രോഫിറ്റ് കൂടുതൽ ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ നിങ്ങളെ ആവറേജ് ഓർഡർ വാല്യൂ കൂടുതൽ ഉണ്ടായിരിക്കണം. നമ്മൾ അത് ഭയങ്കര ഒരു 500 താഴേക്കുള്ള പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ഈ പറഞ്ഞ പോലെ
ആഡ്സിലേക്ക് വരുന്ന സമയത്ത് ഭയങ്കര ഒരു ഇതാണ്. അപ്പം ഒരുവിധം പെർഫോമൻസ് മാർക്കറ്ററൊക്കെ സജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2 ഫാക്ടേഴ്സ്, ഒന്നുകിൽ നിങ്ങൾക്ക് മാർജിൻ നല്ല കൂടുതൽ ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ആവറേജ് ഓർഡർ വാല്യൂ അത്യാവശ്യം നല്ല രീതിയിൽ കൂടുതൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മെറ്റേല് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാലും നിങ്ങളെ ക്രിയേറ്റീവ് അവിടെ പ്രോപ്പർ സ്ട്രോങ് ആണെന്നുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് അവിടെ റിസൾട്ട് ഉണ്ടാവുള്ളൂ. അതും ഒരു ഫാക്ടറാണ്. പിന്നെ ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു പോയിന്റാണ്, അതായത് ഇപ്പം ആ ഒരു മാർക്കറ്റ് ഫിറ്റിന്റെ ഒരു കേസിൽ, അതായത് ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞില്ല. അപ്പം അവിടെ തന്നെ നമുക്കൊരു ഓർഗാനിക് ആയിട്ട് നിങ്ങൾക്ക് ഇനീഷ്യൽ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു സ്ക്രോൾ ചെയ്യാനുള്ള ഒരു പോസ്റ്റെങ്കിലും ഒരു 10-20 പോസ്റ്റ് ഒക്കെ പ്രോപ്പർലി ഒരു എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ മീൻസ് കസ്റ്റമറിനെ എഡ്യൂക്കേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള കോണ്ടന്റ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ആ ഒരു മീൻസ് ഓരോ എന്താ പറയാ ഓരോ ബ്രാൻഡ്സിന്റെ ഈ പറഞ്ഞ ടാർഗറ്റ് ഓഡിയൻസ് ഡിഫറൻസ് ആയിരിക്കും. പോയിന്റ് അതായിരുന്നു അശ്വിനോട് ചോദിച്ചപ്പോ, അതായത് നമ്മളിപ്പോ ഒരു ആഡ്സിലോട്ട് ഇറങ്ങുന്ന മുമ്പ് ഓക്കെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാർക്കറ്റ് ഫിറ്റും കാര്യങ്ങളെല്ലാം നോക്കണം. പക്ഷെ ഒരു ഓർഗാനിക് കോണ്ടന്റ് കൂടെ ഇവര് ബിൽഡ് ചെയ്ത് ഒരു ലെവലായി, അപ്പൊ അതിൽ നിന്നുള്ള എൻഗേജ്മെന്റ് ഒക്കെ നോക്കിയിട്ട് ഒരു ആഡ്സിലോട്ട് പോകുന്നതല്ലേ ഒരു ബ്രാൻഡിലോട്ട് പോകുമ്പോൾ. അങ്ങനത്തെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഓർഗാനിക്കലി സ്കെയിൽ അല്ലെങ്കിൽ ഇപ്പം ഓർഗാനിക്കലി ഭയങ്കര ഒരു എന്താ പറയാ ഓർഗാനിക്കലി അത്യാവശ്യം എൻഗേജ്മെന്റും കാര്യങ്ങളും, എൻഗേജ്മെന്റ് അല്ല അത്യാവശ്യം ഒരു കമ്മ്യൂണിറ്റി അങ്ങനെ പറയാം. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഓർഗാനിക്കലി ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തിട്ടുള്ള ഒരു ബ്രാൻഡിനെ നമ്മൾ പെർഫോമൻസ് മാർക്കറ്റിംഗ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമുക്ക് അത് നോട്ടീസ് ചെയ്യാറുണ്ട്. അതായത് ഫ്രം സ്ക്രാച്ച് നിന്ന് ചെയ്യുന്നതിനെക്കാട്ടും ഓർഗാനിക്കലി കുറച്ച് സൗണ്ട് ആയിട്ടുള്ള സൗണ്ട് ആയിട്ടുള്ള ഒരു ഇതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു CPA തന്നെ ഒരു മിനിമം ഒരു 20-30% ഡിഫറൻസ് കാര്യങ്ങളൊക്കെ അധികവും ഉണ്ടാവാറുണ്ട്. അപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ബ്രാൻഡിന്റെ CPAയും വേറൊരു ബ്രാൻഡിന്റെ CPAയും തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈവൻ ഒരു ഇ-കൊമേഴ്സ് ഒരു സെയിം നിഷിലുള്ള ബ്രാൻഡ് ആണെന്നുണ്ടെങ്കിലും നിങ്ങളെ ഒരു സെയിം പ്രൊഡക്റ്റ് റേഞ്ചിലുള്ളതാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കുറച്ചുകൂടി ഓർഗാനിക്കലി എന്താ സൗണ്ട് ഉള്ള ഒരു ബ്രാൻഡും ഞാൻ വേറൊരു ബ്രാൻഡും ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സംഭവം അതുപോലെ തന്നെ അതൊക്കെ ഒരു ഫാക്ടർ ആയിട്ട് വരും. ഓർഗാനിക്കലി അവർ സൗണ്ട് ആയിട്ട് നിൽക്കുന്ന ബ്രാൻഡ് തീർച്ചയായും നല്ല ട്രസ്റ്റ്, അതെ ട്രസ്റ്റ് ഒരു അതോറിറ്റി ഫീലിംഗ് വരും.